തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര. നടിയുടെ വാർത്തകൾക്ക് എന്നും വലിയ പ്രസക്തിയാണ് ആരാധകർ നൽകുന്നത്. താരത്തിൻ്റെ പുതിയ സിനിമകൾ എത്തും തോറും താരമൂല്യവും വർദ്ധിക്കുകയാണ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തിജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിനെതിരായ വിമർശനങ്ങൾക്കും ഒട്ടും കുറവില്ല. നിരവധി പ്രമുഖർ താരത്തിനെതിരെ രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു. നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള പ്രണയവും വിവാഹവുമൊക്കെ വാർത്തയായി മാറിയിരുന്നു. ഇപ്പോഴിതാ വിഘ്നേഷ് ശിവൻ്റെ കരിയറിലെ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് JR ബാലു. നയൻതാരയെപ്പോലെ തന്നെ തമിഴ് സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് സംവിധായകൻ വിഘ്നേഷിൻ്റെ കരിയറിലെ വളർച്ചയെ കണ്ടത്. തമിഴിലെ എൻ്റർടൈനിങ് സിനിമകളിലൂടെ മുൻനിര സംവിധായകനായി വിഘ്നേഷ് മാറുമെന്ന് ഏവരും കരുതിയിരുന്നു. എന്നാൽ നിലവിൽ വിഘ്നേഷിൻ്റെ കരിയറിലുണ്ടായ വീഴ്ച ചെറുതല്ല. ഞാനും റൗഡി താനിന് ശേഷം ഒരു ഹിറ്റ് സിനിമ പോലും വിഘ്നേഷിന് ഉണ്ടായിട്ടില്ല. അതേസമയം തമിഴിലെ സൂപ്പർ സ്റ്റാർ അജിത്ത് നായകനായി എത്താനിരിക്കുന്ന സിനിമയിൽ നിന്നും വിഘ്നേഷിനെ മാറ്റിയത് വലിയ അപമാനമായിരുന്നു. മാത്രമല്ല, പുതിയ ചിത്രം LIC പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളെയെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുമില്ല. അജിത്തിൻ്റെ സിനിമയിൽ നിന്നും വിഘ്നേഷിനെ പുറത്താക്കിയതോടെ വിഘ്നേഷിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞതെന്നും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൽ നിന്നും പുറത്താകുമ്പോൾ സംവിധായകനെ അത് ബാധിക്കുമെന്നും JR ബാലു പറയുന്നു. വിഘ്നേഷിനേക്കാൾ പ്രശസ്തയാണ് നയൻതാരയെന്നും പത്രത്തിൽ നയൻതാര എന്നെഴുതിയിട്ടേ വിഘ്നേഷ് എന്നെഴുതുവെന്നും JR ബാലു പറഞ്ഞു. കാരണം നടിയാണ് പ്രശസ്ത. ഒരു ലേഡി സൂപ്പർ സ്റ്റാറെ വിവാഹം ചെയ്യുമ്പോൾ നിങ്ങൾ ഡമ്മിയാകുമെന്നും അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും JR ബാലു പരിഹസിച്ചു. എന്തായാലും നയൻതാരയും കുടുംബജീവിതത്തിലേക്ക് കടന്ന ശേഷം കരിയറിൽ വീഴ്ച വന്നെന്നും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നടിക്ക് പിഴവ് പറ്റുന്നുണ്ടെന്നും വാർത്തകൾ നിറയുന്നുണ്ട്. എന്നാൽ വൈകാതെ തന്നെ താരദമ്പതികൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നാണ് നയൻതാരയുടെ ആരാധകരുടെ പ്രതീക്ഷ. മാത്രമല്ല, നയൻസ് ഇനി മലയാള സിനിമയാണ് ചെയ്യാറുള്ളത്. മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയിൽ നയൻതാര ഒപ്പുവെച്ചിട്ടുണ്ട്. നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ.